പണ്ട് പണ്ട് കുന്നിൻ ചെരുവിൽ ഒരു ഭൂതം താമസിച്ചിരുന്നു. കൂർത്ത പല്ലും നീണ്ട മുടിയും ഓട്ടുവളകളും അണിഞ്ഞ ഭൂതം അതുവഴി പോകുന്ന എല്ലാവരെയും ശല്യപ്പെടുത്തുമായിരുന്നു. ഒരു ദിവസം ഒരു കൊച്ചുകുട്ടി അതുവഴി നടന്ന് പോകുന്നത് ഭൂതം കണ്ടു. അത് നങ്ങേലിയുടെ ഓമന മകനായിരുന്നു. പള്ളിക്കൂടത്തിൽ പഠിക്കുവാൻ പോവുകയായിരുന്നു. ഭൂതത്തിന് ആ ഉണ്ണിയെ വളരെ ഇഷ്ടമായി. ഭൂതം ഒരു സുന്ദരിയായ പെണ്ണിന്റെ വേഷത്തിൽ ഉണ്ണിയുടെ അടുത്ത് പോയി പല വിദ്യകളും കാണിച്ച് ഉണ്ണിയെ കൂട്ടി കുഞ്ചെരുവിലേക്ക് പോയി. സന്ധ്യ മയങ്ങി. പള്ളിക്കൂടത്തിൽ പോയ ഉണ്ണി ഇതുവരെ തിരിച്ചെത്തിയില്ല. നങ്ങേലി ഉണ്ണിയെ തേടി പുറപ്പെട്ടു. നങ്ങേലി കുന്നിൻ ചെരുവിലെത്തിയപ്പോൾ ഭൂതം നങ്ങേലിയെ കണ്ടു. ഭൂതം നങ്ങേലിയെ പേടിച്ചോടിക്കാൻ ശ്രമിച്ചു. പക്ഷെ നങ്ങേലി കുലുങ്ങിയില്ല. നങ്ങേലിക്ക് മനസ്സിലായി ഭൂതം എന്റെ ഉണ്ണിയെ പിടിച്ചു വച്ചിരിക്കുകയാണെന്ന്. നങ്ങേലി കരഞ്ഞുകൊണ്ട് ഭൂതത്തിനോട് അപേക്ഷിച്ചു, എന്റെ ഉണ്ണിയെ തിരികെ തരൂ ഭൂതമേ. അപ്പോൾ ഭൂതം പറഞ്ഞു, ഇല്ല, നീ എനിക്ക് വേണം. അതിന്റെ പകരമായിട്ട് ഒരുപാട് സ്വർണങ്ങളും രത്നങ്ങളും തരാം. അപ്പോൾ നങ്ങേലിയുടെ രണ്ട് കണ്ണും ചൂന്നെടുത്ത് ഭൂതത്തിന്റെ കാൽക്കാല വെച്ചിട്ട് പറഞ്ഞു, ഈ രണ്ട് കണ്ണുകളെക്കാളും വലുതാണ് എന്റെ പൊന്നോമന. അതിനെ തിരികെ തരൂ ഭൂതമേ. അപ്പോൾ ഭൂതത്തിനൊരു ബുദ്ധി തോന്നി, അമ്മയ്ക്ക് ഇനി കണ്ണ് കാണാൻ പറ്റില്ലല്ലോ. ഭൂതം ഒരു മന്ത്രം ചൊല്ലി മറ്റൊരു ഉണ്ണിയെ ഉണ്ടാക്കി അമ്മയ്ക്ക് കൊടുത്തു. അമ്മയ്ക്ക് മനസ്സിലായി ഇത് തന്റെ ഉണ്ണിയല്ലെന്ന്. നങ്ങേലി ഭൂതത്തെ ശപിക്കാൻ വേണ്ടി രണ്ട് കൈകൾ മാറ്റി. പേടിച്ചു വച്ച ഭൂതം നങ്ങേലിയുടെ ഉണ്ണിയെ തിരികെ ഏൽപ്പിച്ച് നങ്ങേലിയുടെ മാപ്പ് പറഞ്ഞു. അപ്പോൾ നങ്ങേലി സന്തോഷത്തോടെ ഉണ്ണിയും കുത്തി വീട്ടിലേക്ക് പോയി. കൂട്ടുകാരെ, ഈ കഥയിൽ നമുക്ക് എന്ത് മനസ്സിലാക്കാം? അമ്മയുടെ സ്നേഹത്തെക്കാളും